89.6 FM സർഗക്ഷേത്ര. വെൽക്കം ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ളത് തന്നെയാണ് കേട്ടോ. ഇന്ന് നമ്മളെല്ലാവരും പരിചയപ്പെടാൻ പോകുന്നത് പലർക്കും ഭയങ്കരമായിട്ട് അറിയുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ അറിയാൻ പറ്റുന്ന സാധ്യതയുള്ള ഒരു മേഖല തന്നെയാണ്. പക്ഷേ പലരും കേട്ട് പരിചയം മാത്രമുള്ള ഇത്രയും ഡീപ്പ് മീനിങ് ഇതിനുണ്ടായിരുന്നോ എന്ന് ഡൗട്ട് ചെയ്യുന്ന ഒരു കോഴ്സിനെ പറ്റിയാണ്, അല്ലെങ്കിൽ ഒരു കരിയർ, ഒരു പ്രൊഫഷനെ പറ്റിയാണ്. സോ ഞാൻ ഇനി അധികം സസ്പെൻസ് ഇടാതെ ഏത് മേഖലയെ പറ്റിയാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത് എന്നുള്ളത് പറയാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻസി. ഒരു CA എന്നുള്ള ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടാഗ് നമ്മുടെ പേരിന് മുൻപിൽ കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല എന്ന് നമുക്ക് ഇന്ന് ഉറപ്പായിട്ട് മനസ്സിലാവും. അതിനുവേണ്ടി നമുക്ക് കൃത്യമായിട്ടുള്ള എക്സ്പേർട്സ് ആണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏറ്റവും സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ICAI കോട്ടയം ബ്രാഞ്ചിന്റെ ചെയർപേഴ്സൺ CA രമ്യ മാം. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖകരം. നമുക്കിപ്പോ CAനെ പറ്റി കാര്യമായിട്ട് അറിയേണ്ട ഒരു ഷോ ആണ്. നമ്മൾ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. ആൻഡ് കൂടെ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടി എത്തിയിട്ടുണ്ട്. റോസ്മേരി ജോസ്വൻ, നമ്മുടെ സെക്രട്ടറി സികാസ കോട്ടയം ബ്രാഞ്ച്. റോസ്മേരി, സ്വാഗതം. താങ്ക് യു. ആദ്യമായിട്ടാണോ രണ്ടുപേരും റേഡിയോ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത്? അതെ അതെ അതെ, ആദ്യമായിട്ടാണ്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടോ? ഉണ്ട്, നല്ലപോലെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ കുറെ അധികം ആളുകളെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. CA എന്ന് പറയുന്ന വലിയൊരു മേഖല അല്ലെ, വലിയൊരു ബ്രാഞ്ച്. നമുക്ക് കുറെ അധികം ആളുകളുടെയും ഒരു ഡ്രീമാണ് പലരും CA ആവുന്ന ഒരു മൊമെന്റ്. അപ്പോൾ ആ ഒരു ഡ്രീമിലേക്ക് എത്താൻ നമുക്ക് ഇന്ന് കുറെ പേർക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ഇന്നത്തെ ഉയരയിലൂടെ. അപ്പോൾ ഇനി ഞാൻ അധികം വളച്ചുകേട്ടല്ലാണ്ട് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. മാം, ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ്, ശരിക്കും ആരാണ് ഒരു CA എന്ന് പറയുന്നത്? ഓക്കെ, ഐ സ്റ്റാർട്ട് വിത്ത് ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന കോഴ്സ് എന്താണെന്ന്. ഗവൺമെൻറ് റെക്കഗ്നൈസ് ചെയ്ത് ഒരു നിയമപ്രകാരം ഉണ്ടായ ഒരു കോഴ്സാണ് ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ്. ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് 1949 തന്നെ ഇറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഇപ്പോൾ CA എന്ന് പറഞ്ഞ ഒരു കോഴ്സ് എന്ന് വെച്ചാൽ വി ആർ ദ ഫിനാൻഷ്യൽ ഡോക്ടേഴ്സ് ഓഫ് ദിസ് കൺട്രി. അപ്പോൾ നമുക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ്. പണ ഇടപാട് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ ആവശ്യമുണ്ട്. ടാക്സ് ആവട്ടെ, അക്കൗണ്ട്സ് ആവട്ടെ, ടാക്സ് പ്ലാനിങ് ആവട്ടെ, ഫിനാൻഷ്യൽ പ്ലാനിങ് ആവട്ടെ, ഒരു ബിസിനസ്സിൻ്റെ അഡ്വൈസറി ആവട്ടെ, നമുക്ക് പല തരത്തിൽ ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ തർക്കമുണ്ടാവും. അതിൽ ആർബിട്രേഷൻ ആവട്ടെ, ഇതിൽ എല്ലാത്തിലെയും ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിന് വളരെ പ്രാധാന്യം ഒരു റോളുണ്ട്. ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരിക്കും ഏത് ബിസിനസ്സിൻ്റെയും മൊത്തത്തിൽ അഡ്വൈസ് ചെയ്യാൻ ഏറ്റവും ഐഡിയൽ ഒരു പേഴ്സൺ. അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ആ ബിസിനസ്സിനെ ഫിനാൻഷ്യലി നയിക്കാൻ കഴിവുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പല സ്ഥാപനങ്ങളുടെ CFOs എന്ന് പറയുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ്. പല സ്ഥലങ്ങളിൽ നിയമം സൃഷ്ടിക്കാനും നിയമത്തിനെ മാറ്റം വരുത്താനും അഡ്വൈസ് ചെയ്യുന്നതും ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയിരിക്കും. അപ്പോൾ ഈ ബഡ്ജറ്റൊക്കെ നമ്മൾ വർഷാവർഷം കേൾക്കുന്നുണ്ടായിരിക്കും. ബഡ്ജറ്റ് കൊണ്ടുവരുന്ന മുമ്പും ബഡ്ജറ്റ് വന്ന് പാസ്സാവുന്ന മുമ്പും ചാർട്ടേഡ് അക്കൗണ്ടൻസ് അതിൽ ഇടപെടാറുണ്ട്. ഇതിൽ വന്ന മാറ്റത്തിനെക്കുറിച്ച് കുറേ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. മാത്രമല്ല അതിൽ എങ്ങനെ ഇത് ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടുവരാം എന്ന അഡ്വൈസും ചെയ്യാറുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തിലും നമ്മുടെ അഡ്വൈസ് സ്വീകരിക്കാറുണ്ട്, ബിസിനസ്സസും നമ്മുടെ അഡ്വൈസ് സ്വീകരിക്കാറുണ്ട്. അപ്പോൾ ഒരു ബിസിനസ് മാത്രമല്ല ഒരു എക്കോണമിയെ തന്നെ നയിക്കാൻ ചാർട്ടേഡ് അക്കൗണ്ടൻസ് നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ശരിക്കും നമ്മുടെ സ്ഫടികത്തിൽ തിലകൻ സാർ പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലാണെന്ന്. അപ്പോൾ ഭൂഗോളത്തിന്റെ സ്പന്ദനം തന്നെയാണ് നമ്മുടെ അങ്ങനെ തന്നെ പറയാം, അല്ലേ? യെസ്. അപ്പോൾ ഇതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചാർട്ടേഡ് അക്കൗണ്ടൻസി. ആൻഡ് നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു പാട്ടിലേക്ക് പോകാം അല്ലേ? സോ കീപ് ഓൺ ലിസണിംഗ് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ളത് തന്നെയാണ് 89.6 FM സർഗക്ഷേത്ര. You are listening to സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം കൂടെയുള്ള തന്നെയാണ് നമ്മൾ ഉയരയിലൂടെ ഇന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വലിയൊരു മേഖലയാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി. ഈ ഒരു മേഖലയിൽ
ഒരുപാട് ഗംഭീരമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള 2 പേരാണ് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരുപാട് സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യാം ICAIയുടെ കോട്ടയം ബ്രാഞ്ചിലെ ചെയർപേഴ്സൺ CA രമ്യ മാം, ഒപ്പം തന്നെ റോസ്മേരി ജോസ്മിൻ, സെക്രട്ടറി സിക്കാസ കോട്ടയം ബ്രാഞ്ച്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് എത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ, അതായത് ആ ഒരു പ്രൊഫഷൻ നമ്മുടെ ലോകത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമ്മൾ ഇന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മൊമെൻ്റ് ആണ്. സോ ഇനി കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ, ഏതൊരു കുട്ടിക്ക് അല്ലെങ്കിൽ ഏതൊരു ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് മാം? ഒരു കുട്ടി 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ CA കോഴ്സിന്, ഫൗണ്ടേഷൻ കോഴ്സിന് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ. പക്ഷെ 12ാം ക്ലാസ് എക്സാം എഴുതി കഴിഞ്ഞിട്ട് മാത്രമേ ഫൗണ്ടേഷൻ എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അതല്ലാതെ വേറെ യാതൊരു തടസ്സവും ഇല്ല. ഏത് സ്ട്രീമിൽ നിന്നും ഏത് കോഴ്സ് പഠിക്കുന്ന കുട്ടിക്കും ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് ചെയ്യാം. ഇവിടെ റിസർവേഷൻ ഇല്ല, ഇവിടെ സ്ട്രീംസ് അനുസരിച്ച് മാർക്ക് വേർതിരിക്കാറില്ല, വേറെ ഒരു തരത്തിലും ഒരു സെഗ്രിഗേഷൻ ഇല്ല. ഓക്കെ. ഫൗണ്ടേഷനാണ് എൻട്രി സ്റ്റെപ്പ്. ഇപ്പം നമ്മൾ നീറ്റ് എഴുതുന്ന പോലെ CA ചെയ്യണമെങ്കിൽ ദിസ് ഇസ് ദ എൻട്രി സ്റ്റെപ്പ്. ഒരു 12ാം ക്ലാസ് എഴുതിയ കുട്ടിക്ക് എൻട്രൻസ് പോലെയാണ് ഈ ഫൗണ്ടേഷൻ എക്സാം. 4 പേപ്പറുണ്ട്. കോമേഴ്സ് വിത്ത് മാത്സ് പഠിച്ച കുട്ടിക്കാണെങ്കിൽ ഏറ്റവും എളുപ്പമാണ് ഈ എക്സാം എഴുതാൻ. എന്താണെന്ന് വെച്ചാൽ ഒരു പേപ്പർ മാത്രമേ പുതുതായിട്ട് പഠിക്കേണ്ടി വരുന്നുള്ളൂ. ബാക്കി 3 പേപ്പർ അവർ 12ാം ക്ലാസ് വരെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇവിടെയും അവരെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഇതൊരു സെൽഫ് സ്റ്റഡി കോഴ്സാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻസി മറ്റ് എല്ലാ കോഴ്സിൽ നിന്നും വേർതിരിക്കുന്നത് ഇതൊരു സെൽഫ് സ്റ്റഡി കോഴ്സാണ്. ആ കോഴ്സിൽ ആരും നിർബന്ധം പറയുന്നില്ല ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നോ ഒരു എന്തെങ്കിലും അറ്റൻഡൻസ് വേണമെന്നോ, ഇങ്ങനെ ഒരു തരത്ത് കണ്ടീഷൻസും നമ്മൾ വെക്കുന്നില്ല. അപ്പോൾ ഏത് കോഴ്സിൽ പഠിക്കുന്ന കുട്ടിക്കും ചിലപ്പോൾ ഇത് ലാസ്റ്റ് റിസോർട്ടായിട്ടാണ് പല കുട്ടികൾ എടുക്കാറ്. സ്റ്റിൽ വി ആർ ഓപ്പൺ ടു ഇറ്റ്. ഏത് കുട്ടിക്ക് വേണേലും ഈ കോഴ്സ് എടുക്കാം എന്ന് ഓപ്പണായിട്ട് തന്നെയാണ് നമ്മൾ വെക്കുന്നത്. ഫൗണ്ടേഷൻ കോഴ്സിൽ 4 എക്സാംസ് ഉണ്ട്. 4 എക്സാംസിൽ 2 ഒബ്ജക്റ്റീവ് ടൈപ്പാണ് MCQ പാറ്റേണിൽ, 2 എഴുതി പാസ്സാവുന്ന പേപ്പേഴ്സാണ്. ഈ MCQ പേപ്പേഴ്സിൽ മാത്രം നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, മറ്റേതിൽ അതുപോലും ഇല്ല. 40% ആണ് ഈച്ച് പേപ്പർ പാസ് പെർസെൻറ്റേജ്. അഗ്രിഗേറ്റിൽ 50%. അപ്പോൾ മൊത്തത്തിൽ ഒരു 50% ഒപ്പിക്കാൻ പറ്റിയാൽ യു ഹാവ് ക്ലിയർ ദ എൻട്രൻസ്. ആൻഡ് ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്ത് എല്ലാവർക്കും ഇതിൽ സീറ്റ് ഉണ്ട്. ഈ മറ്റേ കോഴ്സസിലൊക്കെ എൻട്രൻസ് പാസ്സായാൽ പോരാ, എന്നിട്ട് സീറ്റ് കിട്ടുമോ എന്നുള്ളത് നോക്കി നിൽക്കണം. ഇതിൽ അതൊന്നും ഇല്ല. ആരൊക്കെ ഫൗണ്ടേഷൻ ക്ലിയർ ആയോ അവർക്കൊക്കെ CAക്ക് കയറാം, അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാം. ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ ദർ. സോ ആ ഫൗണ്ടേഷൻ എക്സാം ക്ലിയർ ചെയ്യുക എന്നുള്ള ഒരു സ്റ്റെപ്പ് മാത്രമേ അവർക്ക് അടക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി അടുത്തത് അവർ ഇൻ്റർമീഡിയറ്റിലേക്കാണ് വരുന്നത്. ഇത് 2 ബ്രാഞ്ചിൽ നിന്ന് വരാം. ഈ ഫൗണ്ടേഷൻ പാസ്സായ കുട്ടികൾക്കും ഇൻ്റർമീഡിയറ്റ് വരാം. അല്ല, ഞാൻ 12ാം ക്ലാസ് ആയപ്പോൾ എനിക്ക് അത്രയും കോൺഫിഡൻസ് ഇല്ലായിരുന്നു CA ചെയ്യാൻ, അപ്പം ഞാൻ ഗ്രാജുവേഷൻ കയറി, ഇനി ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്, എന്നാൽ അങ്ങനെയും കുട്ടികൾക്ക് ഇതിനകത്ത് കയറാം. ഇപ്പോൾ ബികോം മാത്രമല്ല, ഇപ്പോഴും ഏത് സ്ട്രീമിൽ നിന്നും വേണേലും വരാം. സയൻസ് സ്ട്രീംസ് ആവട്ടെ, ലിറ്ററേച്ചർ സ്ട്രീംസ് ആവട്ടെ, എവിടെ നിന്ന് വേണേലും വരാം. ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് അവർക്ക് നേരെ ഫൗണ്ടേഷൻ എഴുതണ്ട, നേരെ ഇന്റർമീഡിയറ്റിലേക്ക് വരാം. അപ്പൊ ഇന്റർമീഡിയറ്റിൽ കയറുന്നത് കൊണ്ട് ഒരു ചെറിയ കണ്ടീഷൻ വെക്കുന്നു. കോമേഴ്സ് പഠിച്ചിട്ടാ വരുന്നതെന്ന് വെച്ചാൽ 55% മാർക്ക് ഉണ്ടായാൽ യു ആർ എൻറ്റേർഡ്. മറ്റ് സ്ട്രീംസിൽ നിന്ന് വരുന്നവർക്ക് 60% മാർക്ക് ഉണ്ടായിരിക്കണം. അവിടെ 60 നിങ്ങൾ ചോദിക്കുന്നുള്ളൂ, അതിന് കൂടുതലൊന്നും ചോദിക്കുന്നില്ല. സോ വൺസ് ആ ഒരു സ്റ്റേജിലേക്ക് കയറാൻ റെഡി ആണെങ്കിൽ യു രജിസ്റ്റർ ചെയ്യുക. ആദ്യം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറി. ഞങ്ങളുടെ രജിസ്ട്രേഷൻ പ്രോസസ് മൊത്തം ഓൺലൈനാണ്, ഫിസിക്കൽ അല്ല. വീട്ടിലിരുന്നുകൊണ്ട് ഒരിടത്ത് അനങ്ങാതെ യു ക്യാൻ ഡു ദ എൻറ്റയർ കോഴ്സ്. അങ്ങനെയാണ് ഞങ്ങളുടെ സിസ്റ്റം ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരാൾക്ക് പുറത്തേ ഇറങ്ങാൻ പറ്റത്തില്ല, ഫിസിക്കൽ ഡിസബിലിറ്റി ആവാം, അല്ല വീട്ടിൽ ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല, വീട്ടമ്മമാരാവാം, ആർക്ക് വേണേ ചെയ്യാൻ പറ്റുന്നൊരു കോഴ്സാണ്. മനസ്സുണ്ടായാൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് മനസ്സുണ്ടായാൽ മതി എന്നുള്ള ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് കിട്ടിയപ്പോൾ തന്നെ മേ ബി കുറേ പേർക്ക് ഇപ്പോൾ ഒരു ചെറിയ മോട്ടിവേഷനെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ വിജയമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് പോയാലോ? റോസ്മേരി എന്ത് പറയുന്നു? കേൾക്കാം അല്ലേ? ഓക്കെ. അപ്പൊ പാട്ടിന് ശേഷമാണ് നമ്മൾ CA എന്ന് പറയുന്ന വലിയ സ്ട്രീമിനെ, ആ ഒരു വലിയ കോഴ്സിനെ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ആൻഡ് നമ്മോടൊപ്പം ഇന്ന് 2 എക്സ്പേർട്സും കൂടെയുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കൂ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി, കാലത്തിനൊപ്പം കൂടെയുള്ളത് അന്നയാണ്. 89.6 FM സർഗക്ഷേത്ര.
ബാക്ക് ടു ഉയരെ പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് നമ്മൾ CA എന്ന് പറയുന്ന കോഴ്സിനെ പറ്റി, ആ ഒരു വലിയ മേഖലയെ പറ്റിയിട്ടാണ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത് ഉയരയിലൂടെ. ഇന്ന് നമ്മോടൊപ്പം 2 പേര് എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇന്ത്യ ICAI നമ്മുടെ കോട്ടയം ബ്രാഞ്ചിന്റെ ചെയർപേഴ്സൺ ആയിട്ടുള്ള CA രമ്യ മാം ആണ് നമ്മോടൊപ്പം എത്തിയിട്ടുള്ളത്. ഹലോ. ആൻഡ് കൂടെ എത്തിയിട്ടുള്ളത് റോസ്മേരി ജോസ്മിൻ. റോസ്മേരിയെ വീണ്ടും പരിചയപ്പെടുത്താണ് നമുക്ക്. നമ്മുടെ സിക്കാസ സെക്രട്ടറി കോട്ടയം ബ്രാഞ്ച് ആണ് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് മുൻപ് രമ്യ മാം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഫൗണ്ടേഷനെ പറ്റിയും അതുപോലെ ഇന്റർമീഡിയറ്റിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞായിരുന്നു. നമ്മളിപ്പോ ഇന്റർമീഡിയറ്റിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ വേറെ ഏതെങ്കിലും ഗ്രാജുവേഷൻ കോഴ്സ് ചെയ്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഏതാണ് അവർക്ക് ഇങ്ങോട്ട് കയറാനുള്ളത്, അതായത് ഇന്റർമീഡിയറ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കയറാനുള്ള പെർസെന്റേജ് നമ്മൾ സംസാരിച്ചു. അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ റോസ്മേരി ഇപ്പോൾ ഇന്റർമീഡിയറ്റ് ഒക്കെ കഴിഞ്ഞ് ആർട്ടിക്കിൾഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡന്റ് ഓർ വർക്കിംഗ് പേഴ്സൺ ആണെന്ന് നമുക്ക് പറയാം, രണ്ടും പറയാം അല്ലേ? അപ്പോൾ റോസ്മേരി, എങ്ങനെയുണ്ട് ഈ ഒരു കോഴ്സ്? ഇതൊരു കരിയർ ആയിട്ട് ചൂസ് ചെയ്യാനുള്ള ഒരു റീസൺ എന്താണ് ആക്ച്വലി? ശരിക്കും പറഞ്ഞാൽ ഞാൻ 10th ആയിരുന്നപ്പോൾ എൻ്റെ ഫാമിലി മൊത്തം സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവർ. എൻ്റെ പേരൻസ് എൻജിനീയേഴ്സ്, എൻ്റെ ചേച്ചി BDSന് പഠിക്കാൻ പോയി. അപ്പോൾ ഞാൻ ആലോചിച്ചു ഒരു വെറൈറ്റിക്ക് സയൻസ് എടുക്കണ്ട, എനിക്ക് ബയോളജി താല്പര്യമില്ലായിരുന്നു എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ സയൻസിൽ നിന്ന് സ്വിച്ച് ചെയ്ത് കൊമേഴ്സ് എന്നൊരു ഓപ്ഷനെ എക്സ്പ്ലോർ ചെയ്തപ്പോൾ ഞാൻ CA കണ്ടു. CA കോഴ്സിനെ കുറിച്ച് കുറേ അന്വേഷിച്ചപ്പോൾ അതിൽ സബ്ജക്ട്സ് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, പിന്നെ കരിയറിൽ ഭയങ്കര ബൂസ്റ്റ് നൽകാൻ പറ്റുന്ന ഒരു കോഴ്സായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ആലോചിച്ചു ഓക്കെ ഈ കോഴ്സ് ചെയ്യാം, ഇറ്റ്സ് ചാലഞ്ചിങ്. അപ്പോൾ അത് ഏറ്റെടുത്തു. അപ്പോൾ ഇങ്ങനെ ഫൗണ്ടേഷൻ പാസ്സായി, ഇൻ്റർമീഡിയറ്റ് പാസ്സായി, ഇപ്പോൾ ആർട്ടിക്കിൾഷിപ്പിലോട്ട് കയറിയിരിക്കുവാണ്. മൊത്തത്തിൽ ത്രൂ ഔട്ട് ദ ജേർണി ഹാസ് ബീൻ റിയലി വെൽ, നല്ലപോലെ പോകുന്നുണ്ടെല്ലാം. ഓക്കെ. അതെന്തായാലും ആ ഒരു സംസാരത്തിൽ, ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് ക്ലിയർ ആണ് എത്രത്തോളം എൻജോയ് ചെയ്തിട്ടാണ് റോസ്മേരി ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കരിയർ ചൂസ് ചെയ്തിരിക്കുന്നതെന്ന്. ആൻഡ് ഇപ്പോൾ ആർട്ടിക്കിൾഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഇനിയും കുറച്ച് ദൂരം കൂടി നമുക്ക് ആ ഒരു അൾട്ടിമേറ്റ് എയിമിലേക്ക് എത്താനുണ്ട് അല്ലേ? അപ്പോൾ ഇനി സ്റ്റഡി ടെക്നിക്സ് നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി കൂടി ചോദിക്കുകയാണ് കേട്ടോ. റോസ്മേരിയുടെ സ്റ്റഡി ടെക്നിക്സ് എങ്ങനെയാണ്? ഇപ്പോൾ ക്ലാസ് അല്ലാതെ എക്സ്ട്രാ നമ്മൾ സെൽഫ് സ്റ്റഡി ടൈം ഉണ്ടായിരിക്കും, അതല്ലാതെ റിവിഷൻ ടൈം ഉണ്ടായിരിക്കും, എക്സാംസ് വരുമ്പോൾ ഒരു സ്പെഷ്യൽ പഠിത്തം ഉണ്ടായിരിക്കും. ഇതൊക്കെ എങ്ങനെയാണ്, ടൈം മാനേജ്മെന്റ് ഒക്കെ എങ്ങനെ കൊണ്ടുപോകുന്നത്? ഈ സ്റ്റഡി ലീവിൻ്റെ സമയത്താണ് ശരിക്കുള്ള പഠിത്തത്തിലോട്ട് ഇറങ്ങുന്നത്. ക്ലാസ് ടൈമിൽ ഈ 9 to 5 ക്ലാസ്, പിന്നെ വീട്ടിൽ വരുമ്പോൾ അതിൻ്റെ ക്ഷീണം അതൊക്കെ വരുമ്പോൾ അത്രയും സമയം പഠിക്കാൻ കിട്ടത്തില്ല. മാക്സിമം ഒരു 1 to 2 hours പെർ ഡേ കിട്ടും. ശരിക്കുള്ള പഠിത്തം നടക്കുന്നത് ഈ സ്റ്റഡി ലീവിൻ്റെ സമയത്താണ്. അപ്പോൾ ഏകദേശം ഒരു 1-2 മാസം സ്റ്റഡി ലീവിൻ്റെ ടൈം കിട്ടും. അപ്പോൾ അതനുസരിച്ച് സബ്ജക്ട്സിൻ്റെ എണ്ണം ഡിവൈഡ് ചെയ്ത് ഓരോ വീക്കും ഓരോ സബ്ജക്റ്റിന് അലോട്ട് ചെയ്ത്, പിന്നെ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ വീക്ക്ലി ടെസ്റ്റ് നടത്തുമായിരുന്നു. അപ്പോൾ ആ ഒരു ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലായിരുന്നു ഞാൻ CA ഇന്റർമീഡിയറ്റിന് പഠിച്ചത്. അപ്പോൾ ഓരോ വീക്കും ഓരോ സബ്ജക്റ്റിന് ഡെഡിക്കേറ്റ് ചെയ്ത്, അപ്പോൾ അങ്ങനെ ഒരു റൗണ്ട് റിവിഷൻ തീർത്തു. പിന്നെ കുറച്ചും കൂടെ ടൈം ഗ്യാപ്പ് കുറഞ്ഞപ്പോൾ പിന്നെ ഒരു റൗണ്ട് റിവിഷൻ നടത്തി. അപ്പോൾ റിവിഷനിലാണ് മെയിനായിട്ട് എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത് ഈ CA കോഴ്സിൽ. അപ്പൊ അങ്ങനെയൊക്കെയാണ് പഠിത്തം നീങ്ങുന്നത്. അപ്പോൾ മാം കുറച്ച് മുൻപ് പറഞ്ഞു നമുക്ക് 40% മാർക്കാണ് ആക്ച്വൽ ഒരു പാസ് മാർക്കായിട്ട് പറയുന്നത്, പിന്നെ ആഗ്രിഗേറ്റ് പറയുന്നത് 50% ആണ്. റോസ്മേരിയുടെ ഒരു പഠിത്തത്തിന്റെ നമുക്ക് ഒരു ഉറപ്പുള്ളതുകൊണ്ടാണ് ചോദിക്കുന്നത്, എത്രയായിരുന്നു പെർസെൻറ്റേജ്? ഓക്കെ, എൻ്റെ ഫൗണ്ടേഷനിൽ പെർസെൻറ്റേജ് 85 ആയിരുന്നു. നൈസ്. ഇന്റർമീഡിയറ്റിൽ 70% പ്ലസ് ഉണ്ടായിരുന്നു. ഗ്രേറ്റ്. ഓക്കെ. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഉറപ്പായിട്ടും ഞെട്ടേണ്ട ഒരു മാർക്ക് തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇറ്റ്സ് നോട്ട് ഈസി, പക്ഷെ പോസിബിൾ ആണെന്ന് നമുക്ക് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് റോസ്മേരിയെ പോലുള്ള ഒരുപാട് ഭാവി ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് അല്ലേ? അപ്പൊ എന്തായാലും ആ ഒരു സന്തോഷത്തിൽ നമുക്കൊരു പാട്ടിലേക്ക് പോയാലോ? യെസ്, പാട്ട് ഈസ് ഓൺ ദി വേ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ഉയരെ പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ കൂടെയുള്ള തന്നെയാണ് 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. അങ്ങനെ പാട്ടുകളൊക്കെ കേട്ട് നമ്മളിങ്ങനെ ആടിപ്പാടി എത്തുമ്പോഴേ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചാർട്ടേഡ് അക്കൗണ്ടൻസി ഈ ഒരു മേഖലയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഒരു ഇൻസ്പിറേഷൻ തന്നെയായിരിക്കും ഇന്നത്തെ ഉയരെ എന്നുള്ളത് ഞാൻ 100% വേണമെങ്കിൽ ഉറപ്പ് തരാം. ആൻഡ് നമ്മോടൊപ്പം 2 എക്സ്പേർട്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം നമ്മുടെ ICAIയുടെ കോട്ടയം ബ്രാഞ്ചിലെ ചെയർപേഴ്സൺ നമ്മുടെ സ്വന്തം CA രമ്യ മാം. മാം, സ്വാഗതം സ്വാഗതം സ്വാഗതം. താങ്ക് യു. ആൻഡ് റോസ്മേരി ജോസ്മിൻ, സെക്രട്ടറി സിക്കാസ കോട്ടയം ബ്രാഞ്ച്. റോസ്മേരിയുടെ പഠിത്തത്തിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ആർട്ടിക്കിൾഷിപ്പിലേക്ക് കടന്ന കാര്യങ്ങൾ വരെ നമ്മൾ വളരെ കുറച്ച് സമയത്ത് ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ടുള്ളൊരു സെന്റൻസിൽ അറിഞ്ഞായിരുന്നു, കേട്ടായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ആൻഡ് മാം, ഇപ്പോൾ ഏകദേശം 20 വർഷത്തോളമായിട്ട് കോട്ടയത്ത് ഈ ഒരു മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം.
അതൊരു ചെറിയ കാലയളവല്ല അല്ലേ? ഒട്ടുമല്ല. ഒട്ടുമല്ല. നമ്മൾ കുറച്ച് മുൻപ് പറഞ്ഞു ഏത് ഒരു ഏജ് കാറ്റഗറി മുതലാണ് നമുക്ക് ഈ ഒരു കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുകയെന്ന് പറഞ്ഞു. അപ്പോൾ 10ാം ക്ലാസ് കഴിയുമ്പോൾ തൊട്ട് ഒരു കുട്ടിക്ക് വേണമെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ മാമിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ മാം എപ്പോഴായിരുന്നു എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്ത ആ ഒരു മൊമെന്റ്? ഒരു കാര്യം ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഞങ്ങളുടെ കോഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുക. കോഴ്സ്, കരിക്കുലം, എക്സാം രീതികൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുക. അപ്പം ഞാൻ പഠിക്കുമ്പോൾ ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ്, ഫൈനലായിരുന്നു. പക്ഷെ അവിടുന്ന് ഇപ്പോഴത്തെ ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ്, ഫൈനലിൽ കുറേ മാറ്റം സംഭവിച്ചു കഴിഞ്ഞു. എസ്പെഷ്യലി കോവിഡ് സമയത്തിൽ നിന്ന് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിന് വളരെ പ്രാധാന്യം കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ എല്ലാം എഴുത്ത് പരീക്ഷയായിരുന്നു, അതിൽ നിന്ന് മാറി ഇപ്പോൾ കുറേ ഒബ്ജക്റ്റീവ് പരീക്ഷകളിലേക്ക് മാറിക്കഴിഞ്ഞു. ഞാൻ പഠിക്കുമ്പോൾ 12ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ ഞാൻ ഫൗണ്ടേഷൻ എഴുതി. അത് കഴിഞ്ഞ് 2 വർഷം ഇന്റർമീഡിയറ്റ് എക്സാം എഴുതി. ഞങ്ങൾക്ക് ഇന്റർമീഡിയറ്റ് ചേരുമ്പോൾ തന്നെ ആർട്ടിക്കിൾഷിപ്പ് ട്രെയിനിങ് തുടങ്ങുമായിരുന്നു. ഇപ്പോഴാണ് ഇന്റർമീഡിയറ്റ് കഴിഞ്ഞിട്ട് ആർട്ടിക്കിൾഷിപ്പ് തുടങ്ങുന്നത്. നേരത്തെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഫൗണ്ടേഷൻ കഴിഞ്ഞ ഉടനെ ആർട്ടിക്കിൾഷിപ്പും കയറാം, ഇന്റർമീഡിയറ്റിനും പഠിക്കാം, എന്നിട്ട് ഇന്റർമീഡിയറ്റ് എക്സാം പാസ്സാവുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ 3 വർഷം ആർട്ടിക്കിൾസ് ആയിരുന്നു ഞാൻ ചെയ്തപ്പോൾ. എൻ്റെ മുമ്പ് ചെയ്തിട്ടുള്ളവർ 4 വർഷം വരെ ആർട്ടിക്കിൾസ് ചെയ്തവരുണ്ട്. സോ ഇത് ഇപ്പോൾ കാലം ഓടുന്നതനുസരിച്ച് കാലാവധി കുറച്ചു കൊണ്ടുവരിക. നല്ല കാര്യം അല്ലേ? അവർ എത്രയും പെട്ടെന്ന് CA ആക്കാം എന്നൊരു ദൗത്യത്തിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ 3 ഇയേഴ്സ് ആർട്ടിക്കിൾസ് കഴിയുമ്പോഴത്തേക്കും ഞാൻ 2 വർഷം ആർട്ടിക്കിൾസ് ചെയ്തു. എന്നിട്ട് 3ാമത്തെ വർഷം ഞാൻ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ആണ് ചെയ്തത്. ആ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ചെയ്യുന്ന ഇടയ്ക്ക് തന്നെ ഫൈനൽ എക്സാം എഴുതി. 21ാം വയസ്സിൽ തന്നെ ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി പാസ്സായി. സോ ഇറ്റ് ഈസ് എ കോഴ്സ് ആർക്ക് വേണേലും ചെയ്യാം എന്നതുപോലെ തന്നെ ഏറ്റവും വേഗം പാസ്സാകുകയും ചെയ്യാം. നമ്മൾ കേട്ടിട്ടുള്ളത് CA കോഴ്സിനെ കുറിച്ച് ആദ്യത്തെ നെഗറ്റീവ് നമ്മൾ കേൾക്കുന്നത് പാസ്സാവാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞല്ലോ, ആർക്ക് വേണേലും കയറാം. അപ്പോൾ കയറുന്നവർ എണ്ണം കൂടുന്തോറും പാസ്സാവുന്നവരുടെ എണ്ണം ചെറുതായി കാണപ്പെടും, അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ IAS, IPS അതുപോലത്തെ പബ്ലിക് സർവീസ് എക്സാംസിന് പഠിക്കുന്നവരുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ആ പെർസെൻറ്റേജ് ഇതിലേ ചെറുതായിരിക്കും. ബിക്കോസ് പാസ്സാവുന്നവർ തീരെ കുറവാണ്. അതുപോലത്തെ ഒരു കോമ്പറ്റേറ്റീവ് പ്രൊഫഷണൽ കോഴ്സാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. ആ ഒരു കാര്യത്തിനെ കുറിച്ച് ആർക്കും പേടിയൊന്നും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, വീട്ടിലിരുന്ന് തന്നെ പഠിക്കാം. ക്ലാസ്സസ് മാൻഡേറ്ററി അല്ല, എന്നാൽ പോലും ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ കുറേ ക്ലാസ്സസ് നടത്താറുണ്ട്. ഈ ഓരോരോ സബ്ജക്റ്റിനും ക്ലാസ്സസ് നടത്താറുണ്ട്. മാത്രമല്ല, ഇനി ഈ ക്ലാസ്സസ് വന്ന് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവർ ചേരുമ്പോൾ തന്നെ വെർച്വൽ ക്ലാസ്സസ് ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് തന്നെ ബോർഡ് ഓഫ് സ്റ്റഡീസ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഓൺലൈൻ പോർട്ടലാണ്, നോളേജ് പോർട്ടൽ, എല്ലാവർക്കും ഫ്രീയാണ്. അപ്പോൾ ആ സ്റ്റുഡൻറ്റ് എന്ന് രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ അവർക്ക് ഈ ഡേറ്റാബേസ് ഫ്രീ ആണ്. എപ്പോൾ വേണമെങ്കിലും ഇരുന്ന് നോക്കാം, എത്ര തവണ വേണമെങ്കിലും നോക്കാം. അവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള സ്പീക്കേഴ്സിൻ്റെ സെഷൻസും കാണും, എക്സ്പെർട്ട് ഫാക്കൽറ്റീസിൻ്റെ സെഷൻസ് കാണും. ഇതൊക്കെ അവർക്ക് ഫ്രീ സർവീസ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം കൂടുതൽ ആൾക്കാരെ പാസ്സാക്കുക. അപ്പോൾ ഈ CA കോഴ്സിനെ കുറിച്ച് ആർക്കും പേടി വേണ്ട. ഇതിൽ കയറി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പുറത്തിറങ്ങാം. നല്ല ഒരു റെക്കഗ്നിഷനോട് തന്നെ പാസ്സായി. ഈ CA പാസ്സായവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പാസ്സായിട്ട് ജോലി കിട്ടാത്തവർ ആരും തന്നെ ഇല്ല. ഇമ്മീഡിയറ്റ്ലി ജോബ് മാർക്കറ്റിൽ അവർക്ക് ഡിമാൻഡ് ഉണ്ട്. അത് കാരണം ഒരിക്കലും ജോലിക്ക് ക്ഷാമം വരാത്ത ഒരു കോഴ്സാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ്. അപ്പോൾ അതിനർത്ഥം അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഏറ്റവും അവസാനം നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അല്ലേ? അതെ. ഓക്കെ. ആൻഡ് നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു പാട്ടിലേക്ക് പോവാം അല്ലേ? പാട്ടിന് ശേഷമാണ് നമ്മൾ CA എന്ന് പറയുന്ന ആ ഒരു വലിയ കോഴ്സിനെ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. കീപ് ഓൺ ലിസണിംഗ് ടു ഉയരെ, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ കൂടെയുള്ള തന്നെയാണ്. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് നമ്മൾ CA എന്ന് പറയുന്ന കോഴ്സിനെ പറ്റി നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മോടൊപ്പം 2 പേര് എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ICAI നമ്മുടെ കോട്ടയം ബ്രാഞ്ചിന്റെ ചെയർപേഴ്സൺ ആയിട്ടുള്ള CA രമ്യ മാം ആണ് നമ്മോടൊപ്പം എത്തിയിട്ടുള്ളത്. ആൻഡ് കൂടെ എത്തിയിട്ടുള്ളത് റോസ്മേരി ജോസ്മിൻ. അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഈ ചോദ്യം ചോദിക്കാൻ ഇച്ചിരി വൈകിപ്പോയെങ്കിലും ഒരു സ്റ്റുഡന്റിന് എന്തൊക്കെ തരത്തിലുള്ള അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ആപ്റ്റിറ്റ്യൂഡ്സ് ആണ് ഈ ഒരു കോഴ്സിലേക്ക് ഓപ്റ്റ് ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ളത്? ഒരു ഏത് സബ്ജക്റ്റ് നമ്മൾ പഠിക്കുവാണേലും, ഏത് കോഴ്സ് പഠിക്കുവാണേലും പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതായി നമുക്ക് തീരാൻ പറ്റുള്ളൂ. സോ പാഷൻ ഇസ് എ മസ്റ്റ്. രണ്ടാമത്തത് സെൽഫ് സ്റ്റഡി കോഴ്സാണ്.
ഒത്തിരി മോട്ടിവേറ്റഡ് ആയിരിക്കണം. എന്നും നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ ആരും വരാൻ പോകുന്നില്ല. അപ്പം നമ്മൾ തന്നെ നമ്മളെ ഒത്തിരി മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ കഴിവ് നമ്മൾ വളർത്തണം. ഇത് രണ്ടും ഉണ്ടായാൽ മതി. പിന്നെ ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യം വേണം. അതായത് ആരെയും പറഞ്ഞാൽ മാത്രമേ ഞാൻ പഠിക്കൂ എന്ന് ഉണ്ടെങ്കിൽ ഇച്ചിരി പാടാം. പക്ഷെ പഠിത്തത്തിലൂടെ ഒരു ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ വേറെ ആരും പറയേ വേണ്ട, നമ്മൾ തന്നെ നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ്. ആരും തന്നെ നമുക്കൊരു ടൈം ടേബിൾ ഇട്ട് തരാൻ പോകുന്നില്ല, ഇങ്ങനെ വേണം പഠിക്കാൻ. റോസ്മേരി പറഞ്ഞ പോലെ അവരവർക്ക് അവരവരുടെ രീതിയിൽ പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. ആൻഡ് ഇതിൽ ഒരു എക്സാം പ്രിപ്പറേഷൻ വരെ ഉള്ളതിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒത്തിരി സപ്പോർട്ട് തരുന്നുണ്ട്. ഈ മോക്ക് ടെസ്റ്റ് ആവട്ടെ, റിവിഷൻ ടെസ്റ്റ് പേപ്പേഴ്സ് ആവട്ടെ, സ്റ്റഡി മെറ്റീരിയൽസ് ആവട്ടെ, അത്രയും പഠിച്ചാൽ ധാരാളം. ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കാൻ പറയുന്നത് പഠിച്ചാൽ തന്നെ ധാരാളം. അല്ലാതെ നമ്മൾ ഗൈഡ് വാങ്ങിച്ചു വയ്ക്കുക, വേറെ മെറ്റീരിയൽസ് വാങ്ങിച്ചു വയ്ക്കുക, അങ്ങനത്തെ ഒരു നിർബന്ധം ഇല്ല. പഠിച്ചിട്ടും കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ അവസാനം ഇൻസ്റ്റിറ്റ്യൂട്ട് തരുന്ന മെറ്റീരിയൽ പഠിച്ചാൽ മാത്രമേ ഇത് പാസ്സാവാൻ പറ്റത്തുള്ളൂ അല്ലേ? ഓക്കെ, നൈസ്. അപ്പോൾ മാം, ഇപ്പോൾ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുള്ള കുറേയധികം കുട്ടികളുണ്ടായിരിക്കും. അവരുടെ ആ ഒരു വിജയിച്ചിട്ടുള്ള സ്റ്റുഡൻസിലൊക്കെ കണ്ടുവന്നിട്ടുള്ള ഒരു കോമൺ ക്വാളിറ്റീസ് എന്താണ്? അല്ലെങ്കിൽ ബെനിഫിറ്റ്സ്, അവർക്ക് കിട്ടിയിട്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയായിരിക്കും മറ്റുള്ള കുട്ടികളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ? അവർ എവിടെ ചെന്നാലും ജീവിക്കാൻ അറിയാം അവർക്ക്. ഞങ്ങൾക്ക് ചെന്നൈയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ബിൽഡിങ്ങിൻ്റെ നേരെ എതിരെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ ഒരു വാചകം എഴുതിയിട്ടുണ്ട്, ജീസസ് നെവർ ഫെയിൽസ്. ഇത് നോർമലി പിള്ളേർ കളിയാക്കി പറയുന്നത് അവർ CA എഴുതാനൊന്ന് ശ്രമിക്കണമായിരുന്നു. അങ്ങനെ പറയുമ്പോഴും വാട്ട് ഹാപ്പൻസ് ഇസ് ഈ CA പാസ്സായവർ 4 ലക്ഷത്തിന് കൂടുതൽ ആൾക്കാരാണ്. അപ്പം ഞങ്ങളൊക്കെ പറയുന്നത് ആരും ഫെയിലാവാൻ സാധ്യതയില്ല, നമ്മൾ ശ്രമിച്ചാൽ മതി, എല്ലാവർക്കും പാസ്സാവാന്നുള്ള കോഴ്സ്. ആ ഒരു ഡിറ്റർമിൻഡ് എഫേർട്ട് ഇട്ടിട്ടാണ് ഒരാൾ CA ആവുന്നത്. അപ്പോൾ അവരെവിടെ ചെന്നാലും അവർക്ക് ജീവിക്കാൻ പറ്റും. അവർക്ക് പല പല അവന്യൂസിൽ അവർ പ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ മെമ്പർ എന്ന് പറയുന്ന ഞങ്ങളുടെ പഴയ പ്രസിഡൻറ്റ് TN മനോഹരൻ സാറ് പത്മശ്രീ അവാർഡിയാണ്. സാറെന്ന് പറഞ്ഞാൽ സത്യംൻ്റെ സ്കാൻഡൽ ഉണ്ടായിരുന്നു. അന്നയ്ക്ക് അറിയുമോ എന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഇറ്റ് വാസ് എ വെരി വെരി ഡിഫിക്കൾട്ട് മൊമെൻറ്റ് ഫോർ ദി ഇന്ത്യൻ എക്കോണമി. സത്യം കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം അടച്ചു പൂട്ടേണ്ടി വന്ന ഒരവസരത്തിൽ ഗവൺമെൻറ് തന്നെ നിയമിച്ച ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഒരു ഡയറക്ടറായിരുന്നു ഞങ്ങളുടെ മെമ്പറായ CA TN മനോഹരൻ സാർ അവിടെ കയറി. സാറ് മാത്രമല്ല, അവിടെ ആനന്ദ് മഹീന്ദ്ര അതുപോലത്തെ ഒത്തിരി ഉന്നത ബിസിനസ്മെനൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ചേർന്ന് ഇത് റിവൈവ് ചെയ്തു. പൂട്ടിപ്പോകും എന്ന് തീരുമാനിച്ചിരുന്ന ഒരു സ്ഥാപനം അവർ ലിറ്ററലി പറയുന്ന പോലെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് ആഫ്റ്റർ ദിസ് പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് ഞങ്ങളുടെ കോൺട്രിബ്യൂഷനെ മാനിച്ച് TN മനോഹരൻ സാറിന് പത്മശ്രീ വരെ അവാർഡ് ചെയ്ത ഒരു ഹിസ്റ്ററിയാണ് ഞങ്ങൾക്കുള്ളത്. അത്ര ഹൈ അച്ചീവേഴ്സാണ്. അതേപോലെ നമ്മുടെ തന്നെ ഇവിടെ നമ്മുടെ പഴയ MP തോമസ് ചാഴിക്കാടൻ സർ ഞങ്ങളുടെ മെമ്പറാണ്. അതേപോലെ പീയൂഷ് ഗോയൽ സർ ഞങ്ങളുടെ മെമ്പറാണ്. ഇതിൽ ഞങ്ങൾക്ക് ഒത്തിരി അഭിമാനമുണ്ട്. ഇത് മാത്രമല്ല, കുമാരമംഗലം ബിർല സാർ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. ഇതുപോലെ ഒത്തിരി ഹൈ പൊസിഷൻസിലുള്ള ആൾക്കാരൊക്കെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണെന്ന് പറയുമ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് ആണ് അവരുടെ ജീവിതത്തിൽ വേറെ പല അച്ചീവ്മെന്റ്സിലേക്ക് എത്തിക്കാനായിട്ട് സഹായിച്ച ഒരു ഫാക്ടർ അല്ലേ? യെസ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും കുറേയധികം അച്ചീവ്മെന്റ്സ് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ കിട്ടാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഗോ ഫോർ ഇറ്റ് എന്ന് നമ്മളെല്ലാവരും പറയുന്നു. ആൻഡ് നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു പാട്ടിലേക്ക് പോകാം അല്ലേ? സോ കീപ് ഓൺ ലിസണിംഗ് ടു ഉയരെ, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ളത് തന്നെയാണ് 89.6 FM സർഗക്ഷേത്ര. You are listening to സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം കൂടെയുള്ള തന്നെയാണ്. നമ്മൾ ഉയരയിലൂടെ ഇന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് വലിയൊരു മേഖലയാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി. ഈ ഒരു മേഖലയിൽ ഒരുപാട് ഗംഭീരമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള 2 പേരാണ് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരുപാട് സന്തോഷത്തോടു കൂടി വീണ്ടും സ്വാഗതം ചെയ്യാം ICAIയുടെ കോട്ടയം ബ്രാഞ്ചിലെ ചെയർപേഴ്സൺ CA രമ്യ മാം. ആൻഡ് ഒപ്പം തന്നെ നമ്മുടെ റോസ്മേരി ജോസ്മിൻ, സെക്രട്ടറി സിക്കാസ കോട്ടയം ബ്രാഞ്ച്. സോ ഇനി എനിക്ക് 2 പേരോടായിട്ട് അറിയാനുള്ള അല്ലെങ്കിൽ ചോദിക്കാനുള്ള ഒരു കാര്യം, നമ്മുടെ ഈ CA എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ്
മൊത്തം കുറേയധികം ലെവൽസ് ഉണ്ടെന്ന് അറിയാം, പക്ഷെ മെയിൻലി പറയുന്ന 2-3 ലെവൽസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് മുൻപ് ഫൗണ്ടേഷനെ പറ്റി പറഞ്ഞു, അതുപോലെ ഇന്റർമീഡിയറ്റിനെ പറ്റി പറഞ്ഞു. പക്ഷെ ഇതല്ലാതെ ഇനി ഒരു ലെവൽ കൂടിയുണ്ട്, അതിനെപ്പറ്റി നമുക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഒപ്പം തന്നെ ഈ ലെവലിൻ്റെയൊക്കെ ഒരു സ്പെഷ്യാലിറ്റി എന്താണ്? ഉറപ്പായിട്ടും അതിൻ്റെ ഡിഫിക്കൽട്ട് സ്റ്റേജസ് ഇങ്ങനെ കൂടി വരുമെന്നറിയാം, പക്ഷേ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസറിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് CA ഫൗണ്ടേഷൻ വെച്ച് തുടങ്ങാം. CA ഫൗണ്ടേഷനിൽ ബേസിക്കലി ഒരു കൊമേഴ്സ് സ്റ്റുഡൻറ്റ് ഏതൊക്കെ സബ്ജക്റ്റാണ് പഠിക്കുന്നത് അതൊക്കെ തന്നെ വരുന്നുണ്ട്. Okay. പിന്നെ എക്സ്ട്രാ ആയിട്ട് മാത്സ് എടുക്കാത്ത പിള്ളേരാണെങ്കിൽ മാത്സ് വരുന്നുണ്ട്, പിന്നെ ലോയും വരുന്നുണ്ട്. Okay. പിന്നെ സയൻസ് പിള്ളേർക്ക് ഈ സബ്ജക്ട്സ് ആയിട്ട് വലിയ ടച്ച് ഇല്ലെങ്കിലും CA ഫൗണ്ടേഷൻ പഠിക്കുമ്പോൾ അതിന് നല്ലൊരു ബേസ് കിട്ടിക്കോളും. സോ കമ്മിങ് ബാക്ക് ടു സബ്ജക്ട്സ്, ആദ്യം അക്കൗണ്ടൻസി ഉണ്ട്, Okay. പിന്നെ ലോ ഉണ്ട്, പിന്നെ മാത്തമാറ്റിക്സ് ആൻഡ് എക്കണോമിക്സ്. ഇതാണ് CA ഫൗണ്ടേഷനിലുള്ള 4 സബ്ജക്ട്സ്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു നേരത്തെ നമ്മളിപ്പോൾ ഫൗണ്ടേഷൻ്റെ കാര്യത്തിൽ മുൻപ് പറഞ്ഞു, ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവരുടെ ഗ്രാജുവേഷൻ ടൈമിൽ പഠിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്ട്സും ഫൗണ്ടേഷനിൽ വരുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ CA ഇൻ്റർമീഡിയറ്റിലോട്ട് വരുമ്പോൾ അത് 2 ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ 2 ഗ്രൂപ്പിൽ 3 പേപ്പർ വെച്ചുണ്ട്. ആദ്യത്തെ ഗ്രൂപ്പിൽ ഉള്ള 3 പേപ്പേഴ്സ്, ആദ്യത്തേത് അക്കൗണ്ടൻസി, Okay. പിന്നെ ലോ ഉണ്ട്, പിന്നെ ടാക്സേഷനിൽ ഡയറക്റ്റ് ടാക്സും കവർ ചെയ്യുന്നുണ്ട്, ഇൻഡയറക്റ്റ് ടാക്സും കവർ ചെയ്യുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ഗ്രൂപ്പിലുള്ളത് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ്, പിന്നെ ഓഡിറ്റിംഗ് ആൻഡ് എത്തിക്സ്, പിന്നെ മൂന്നാമത്തേതാണ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. ഇത് രണ്ടും ഒരൊറ്റ പേപ്പറിൽ കവർ ചെയ്തേക്കുന്നു. അപ്പോൾ ഇതാണ് CA ഇൻ്റർമീഡിയറ്റിൻ്റെ സ്ട്രക്ചർ. ഓക്കെ. ഈ ഇൻ്റർമീഡിയറ്റ് കോഴ്സ് കഴിഞ്ഞിട്ടാണ് ആൾക്കാർ ആർട്ടിക്കിൾഷിപ്പ് ട്രെയിനിങ് ചെയ്യുക. ഈ ആർട്ടിക്കിൾഷിപ്പ് ട്രെയിനിങ് എക്സാം അല്ലെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ലൈഫിൽ. എന്താണെന്ന് വെച്ചാൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയി തീരുന്ന ഒരാൾ മാർക്കറ്റ് റെഡിയാണ്. അവർ ഓൾറെഡി ഒരു CA ചെയ്യാൻ സാധ്യതയുള്ള പല ജോലികൾ കണ്ടും ചെയ്തും പഠിച്ചിട്ടാണ് വരുന്നത്. ഒരു ഇൻ്റർമീഡിയറ്റ് പാസ്സായ കുട്ടി 2 വർഷമെങ്കിലും ഒരു പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ താഴെ കൂടെ ജോലി ചെയ്യേണ്ടതാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഒപ്പിടാൻ ഉള്ള അധികാരം ചാർട്ടേഡ് അക്കൗണ്ടൻസിന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന്, ഒരു ബാലൻസ് ഷീറ്റിന്, ഒരു ലാഭനഷ്ട കണക്കിന് ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാവുന്നത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും കൂടി ഒപ്പിടുമ്പോഴാണ്. അപ്പോൾ ആ ഒരു ഒപ്പിൻ്റെ വില വളരെ പ്രാധാന്യമുള്ളതാണ്. ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആണ് ഈ ഒപ്പിടാൻ പറ്റുന്നത്. ആ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, അതായത് ഈ പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ കൂടെ വേണം ഒരു കുട്ടി 2 വർഷമെങ്കിലും കൂടെ ജോലി ചെയ്യാനും പഠിക്കാനും. അപ്പോൾ ആ ഒരു പീരിയഡാണ് നമ്മൾ ആർട്ടിക്കിൾഷിപ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഈ 2 ഇയേഴ്സ് ആർട്ടിക്കിൾഷിപ്പ് ട്രെയിനിങ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഈ കുട്ടി സെൽഫ് പേസ്ഡ് ഓൺലൈൻ മോഡ്യൂൾസ് എന്ന് പറഞ്ഞ് 4 പേപ്പർ എഴുതും. ഓക്കെ. ഈ പഠിത്തം വളരെ യുണീക്കാണ്. എന്താന്ന് വെച്ചാൽ ഇൻ്റർമീഡിയറ്റ് വരെ അവർ എക്സാം സെൻറ്ററിൽ പോയി എക്സാം എഴുതുമായിരുന്നു. ഈ സെൽഫ് പേസ്ഡ് ഓൺലൈൻ മോഡ്യൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ തന്നെ വീട്ടിലിരുന്ന് പഠിക്കാം. ഓരോരു പേപ്പറായിട്ട് പഠിക്കാം. 4 പേപ്പറായിട്ട് പഠിക്കണം എന്നില്ല, ഓരോ പേപ്പറായിട്ട് പഠിക്കാം. 2 കമ്പൾസറി പേപ്പറാണ്. 2 പേപ്പറിൽ അവർക്ക് ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസിൽ ഏത് വേണേലും അവർക്ക് സെലക്ട് ചെയ്യാം. എക്കണോമിക് ലോസ് ഒരു മാൻഡേറ്ററി പേപ്പറാണ്. കോസ്റ്റ് മാനേജ്മെൻറ്റ് ഒരു മാൻഡേറ്ററി പേപ്പറാണ്. ഇത് അല്ലാതെ ഒത്തിരിയധികം ഓപ്ഷൻസിൽ നിന്ന് അവർക്ക് 2 പേപ്പർ സെലക്ട് ചെയ്താൽ മതി. ഇൻ്റർനാഷണൽ ടാക്സ് ആവാം, റിസ്ക് മാനേജ്മെൻറ്റ് ആവാം, ക്യാപിറ്റൽ മാർക്കറ്റ്സ് ആവാം, വാല്യുവേഷൻ ആവാം, അതുപോലെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നേരെ 2 പേപ്പർ വേണം അവരുടെ. അതായത് ഒരു സ്പെഷ്യലൈസേഷൻ പോലെയാണ് ഇത്. ഇത് അവർ വീട്ടിലിരുന്ന് തന്നെ പഠിക്കുക, ഓൺലൈനായിട്ട് തന്നെ എക്സാമും എഴുതുക. ഓക്കെ. അത് ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഫൈനൽ ഈ ആർട്ടിക്കിൾഷിപ്പും തീരുന്ന ഒരു സ്റ്റേജ് വരുമ്പോൾ ഈ സെൽഫ് പേസ്ഡ് ഓൺലൈൻ മോഡ്യൂൾ SPOM എന്ന് പറയും, അതും കൂടി തീരുമ്പോഴത്തേക്ക് അവർക്ക് ഫൈനൽ എക്സാം എഴുതാനുള്ള അനുവാദം കിട്ടും. ആ ഫൈനൽ എക്സാം നേരത്തെ പറഞ്ഞ പോലെ 2 ഗ്രൂപ്പായിട്ടാണ് വരിക. ഓരോരോ ഗ്രൂപ്പിൽ 3 പേപ്പേഴ്സ് ഉണ്ടാവും. ഫസ്റ്റ് ഗ്രൂപ്പിലാണെങ്കിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അഡ്വാൻസ്ഡ് ഓഡിറ്റിംഗ്. രണ്ടാമത്തെ ഗ്രൂപ്പിൽ ഡയറക്റ്റ് ടാക്സസ് ആൻഡ് ഇൻ്റർനാഷണൽ ടാക്സേഷൻ, ഇൻഡയറക്റ്റ് ടാക്സസ്, ഇൻറ്റഗ്രേറ്റഡ് ബിസിനസ് സൊല്യൂഷൻ. ഈ 6ാമത്തെ പേപ്പർ വളരെ സ്പെഷ്യൽ പേപ്പറാണ്. എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഓപ്പൺ ബുക്ക് എക്സാമാണ്. അതൊരു കേസ് സ്റ്റഡി പോലെ, പക്ഷേ യു ക്യാൻ റെഫർ ബുക്സ്. ഒരു CA ആക്ച്വൽ പ്രാക്ടീസിൽ എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ അതുപോലെ തന്നെ റെഫർ ചെയ്തുകൊണ്ട് തന്നെ എഴുതാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. അപ്പോൾ ഒരു പരീക്ഷ അടിസ്ഥാനത്തിൽ ആദ്യം തുടങ്ങിയപ്പോൾ നല്ലൊരു റിസൾട്ട് ഉണ്ടായിരുന്നു, അക്സെപ്റ്റൻസും ബെറ്റർ ആയിരുന്നു. ഇൻ്റർനാഷണലി പല റെപ്യൂട്ടഡ് പ്രൊഫഷണൽ കോഴ്സസിൽ ഇത് അവർ എക്സ്പെരിമെൻ്റൽ ബേസിസിൽ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ആ ഒരു രീതിയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് ഒരു ഒത്തിരി ഫോർവേഡ് ലുക്കിംഗ് ആയിട്ടാണ് ഓപ്പൺ ബുക്ക് എക്സാമും കൊണ്ടുവന്നിരിക്കുന്നത്. ഇങ്ങനത്തെ 6 പേപ്പറും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ
യു ആർ എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. ഞങ്ങൾക്കൊരു കോൺവക്കേഷൻ സെറിമണിയൊക്കെ ഉണ്ട്. ഓക്കെ. കോളേജ് ലൈഫ് ഇല്ലാന്നേ ഉള്ളൂ, പക്ഷെ അതിന് ഈടാക്കുന്ന തരത്തിൽ അറ്റ്ലീസ്റ്റ് ഞങ്ങൾ കുറേ സിക്കാസ ആക്ടിവിറ്റീസ് നടത്താറുണ്ട്. വെറും പഠിത്തം മാത്രമല്ല, സ്പോർട്സ് ആവട്ടെ, ഡിബേറ്റ് കോമ്പറ്റീഷൻസ് ആവട്ടെ, ക്വിസ് ആവട്ടെ, അങ്ങനെ ഒത്തിരിയധികം വർഷം നീണ്ടു കിടക്കുന്ന ഒത്തിരിയധികം പ്രോഗ്രാംസും ചെയ്യാറുണ്ട്. അതിനെക്കുറിച്ച് റോസ്മേരിക്ക് കൂടുതൽ പറയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ സിക്കാസയുടെ കാര്യമാണെങ്കിൽ മാം പറഞ്ഞ പോലെ നമ്മൾ കോളേജ് ലൈഫിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടോ കറക്റ്റ് അത് ഇവിടെയും സിക്കാസയിൽ നമ്മൾ നടത്താൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ഈയിടെ കോട്ടയം സിക്കാസ ജൂൺ 1 തീയതി ഇൻട്രാ ബ്രാഞ്ച് ലെവലിലൊരു ഇൻഡോർ ഗെയിംസ് ടൂർണമെൻറ്റ് നടത്തി. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ജൂലൈ 1 അല്ലേ? ജൂൺ 1 ജൂലൈ 1 ഞങ്ങളുടെ CA ആണ്. പക്ഷേ ത്രൂഔട്ട് ദ ഇയർ ഞങ്ങൾ കുറേ ആക്ടിവിറ്റീസ് ഇങ്ങനെ അവർ ഫ്രീ ആകുമ്പോഴൊക്കെ അവരെ കൊണ്ട് വിത്തിൻ ദ ബ്രാഞ്ച് ആവട്ടെ, ഇന്റർ സ്റ്റേറ്റ് ആവട്ടെ, നാഷണൽ ലെവലിൽ വരെ ഞങ്ങൾ കോമ്പറ്റീഷൻസ് നടത്താറുണ്ട്. ഓക്കെ. അതെ. അപ്പോൾ കേരളത്തിലാണെങ്കിൽ തന്നെ ഇൻട്രാ സ്റ്റേറ്റ് ലെവലിൽ ഓരോ സിക്കാസിയം ആക്ടിവിറ്റീസ് നടത്താറുണ്ട്. പിന്നെ അതല്ലാതെ കേരളത്തിലും മൊത്തത്തിൽ ഇൻറ്റർ സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻസും നടത്താറുണ്ട്. അപ്പോൾ അങ്ങനെ യൂത്ത് ഫെസ്റ്റിവൽ, പിന്നെ ബാക്കി ഇൻഡോർ ഗെയിംസ്, ഔട്ട്ഡോർ ഗെയിംസ് എല്ലാത്തിൻ്റെയും ടൂർണമെൻറ്റ്സ് ഉണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നാഷണൽ ലെവൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവൽ അല്ലെങ്കിൽ പിന്നെ മെഗാ കോൺഫറൻസ് ലെവലിലും നമ്മളിങ്ങനെ ഓരോ കോൺഫറൻസ് ഒക്കെ നടത്താറുണ്ട്. ഇപ്പോൾ ഈയിടെ ട്രിവാൻഡ്രത്ത് വെച്ചൊരു കോൺഫറൻസ് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ കേരളത്തിലാകട്ടെ ഇന്ത്യയിൽ മൊത്തം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കോൺഫറൻസ് ഉണ്ട്. അപ്പോൾ പിള്ളേർക്ക് അത് അറ്റൻഡ് ചെയ്ത് ആ കോളേജ് ലൈഫിലെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് അവർക്ക് അതൊക്കെ ഈ പറഞ്ഞ സിക്കാസയിലെ ആക്ടിവിറ്റീസിലൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ റോസ്മേരിയുടെ ഒരു ഫേവറേറ്റ് സൈഡ് ഏതാണ് അതിൽ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങളുടെ ബാഡ്മിന്റൺ സ്റ്റാറാ. ആഹാ, ഓക്കെ. അതെന്താണ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്? പറഞ്ഞോളൂ. ഞാൻ കഴിഞ്ഞ വർഷം ഇന്റർ ബ്രാഞ്ച് ലെവലിൽ കളിക്കാൻ പോയായിരുന്നു വിമൻസ് ഡബിൾസിന്. അപ്പോൾ എൻ്റെ കൂടെയുള്ള കുട്ടി ഞാനും കൂടെ കളിച്ച് ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. ബിലേറ്റഡ് ആണെങ്കിലും കുഴപ്പമില്ല. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഈ കോൺഫറൻസസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2 തരം കോൺഫറൻസസ് ഉണ്ടായിരിക്കും. സ്റ്റുഡൻസ് ലെവൽ കോൺഫറൻസ് ഉണ്ടാവും, മെമ്പേഴ്സ് ലെവൽ കോൺഫറൻസ് ഉണ്ടാവും. സ്റ്റുഡൻസ് ലെവൽ കോൺഫറൻസിലെ സ്പീക്കർ സ്റ്റുഡൻസ് തന്നെയാണ്. അപ്പം ഞങ്ങൾ ചർച്ച ചെയ്യുന്ന പല വിഷയങ്ങളും ഇവർ തന്നെ സ്പീക്കേഴ്സ് ആയിട്ട് ചർച്ച ചെയ്യുമ്പോൾ വെൻ ദേ പാസ് ഔട്ട് അവർ അത്രയും റെഡി ആയിട്ടാണ് പുറത്ത് വരുന്നത്. ഓക്കെ. ശരിക്കും ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്നുള്ള ടാഗോട് കൂടി നമുക്ക് അവർക്ക് വേണമെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നല്ലേ? പിന്നല്ല, അത് ചെയ്യണമെങ്കിൽ അവർ പാസ് ആവണം, ഫൈനൽ സ്റ്റേജ് പാസ് ആവണം. ഓക്കെ. എന്തായാലും റോസ്മേരിയുടെ കണ്ണിൽ ഞാൻ ആ ഒരു വെയിറ്റിംഗ്, സന്തോഷവും പിന്നെ അങ്ങോട്ടേക്ക് എത്താനുള്ള ഒരു ആഗ്രഹം, അതിയായ ആഗ്രഹം ഞാൻ കാണുന്നു. അപ്പോൾ കുറച്ച് സമയം ഞാൻ വേണമെങ്കിൽ നമുക്ക് പാട്ടിലൂടെ കളയാം അല്ലേ? അപ്പോൾ പാട്ടൊക്കെ കേട്ട് ചില്ല് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. പാട്ടുകൾക്ക് ശേഷമാണ് നമ്മൾ കൂടുതലായിട്ട് ഡീപ്പായിട്ട് ഈ ഒരു മേഖലയെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത്. കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു സർഗക്ഷേത്ര 89.6 FM. ഉയരെ പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇങ്ങനെ പറന്ന് പോകാൻ വേണ്ടി ഇന്ന് നമ്മൾ CA എന്ന് പറയുന്ന കോഴ്സിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ICAIയുടെ കോട്ടയം ബ്രാഞ്ചിലെ ചെയർപേഴ്സൺ CA രമ്യ മാമും ഒപ്പം തന്നെ നമ്മുടെ റോസ്മേരി ജോസ്വിൻ സിക്കാസയിലെ സെക്രട്ടറി കോട്ടയം ബ്രാഞ്ച് നമ്മോടൊപ്പം ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറേയധികം വിശേഷങ്ങൾ അറിഞ്ഞു, കേട്ടു, മനസ്സിലാക്കി. ആൻഡ് ഇനിയും നമ്മൾ അറിയാനായിട്ട് പോകുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ഉറപ്പായിട്ടും ഒരു കുട്ടിയെ സംബന്ധിച്ച് അറിയാനുള്ളത് ഏതൊരു കോഴ്സാണെങ്കിലും, CA മാത്രമല്ല കേട്ടോ, ഏതൊരു കോഴ്സാണെങ്കിലും കുട്ടികൾ അതിയായ ആഗ്രഹത്തിൽ എടുക്കുന്നത് അവരുടെ ആ ഒരു അൾട്ടിമേറ്റ് എയിം ആയിട്ടുള്ള ജോബ്, എന്ത് ജോലിയാണ് അവർക്ക് ആഗ്രഹമുള്ളത് അതിനെ റിലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബേസിക് സ്റ്റെപ്പ് ആയിരിക്കും അവരുടെ ഗ്രാജുവേഷൻ്റെ ടൈമിലാണെങ്കിലും, ഡിഗ്രി അല്ലെങ്കിൽ ഇപ്പോൾ മറ്റേ പ്രൊഫഷണൽ കോഴ്സിൻ്റെ സമയത്തൊക്കെ എടുക്കുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ് എയിമിലേക്ക് നമ്മൾ എത്തുന്ന ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ഒരുപാട് നമുക്ക് സന്തോഷം തരുന്ന ഒരു മൊമെന്റ് ആണ്. പലരും ഇപ്പോൾ മാമിൻ്റെ കണ്ണിൽ എനിക്ക് ആ ഒരു സന്തോഷം കാണാനുണ്ട്. എനിക്ക് തോന്നുന്നു റോസ്മേരി ഏറ്റവും അടുത്ത് തന്നെ അത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ ഇതുപോലെ നമുക്ക് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളും ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. പക്ഷേ CAയുടെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് കരിയർ ഓപ്ഷൻസ് അവൈലബിൾ ആണ് നമുക്കറിയാം. പക്ഷേ എടുത്തു പറയാനാണെങ്കിൽ ഏതൊക്കെ മേഖലകളിലേക്കാണ് ഒരു CA സ്റ്റുഡൻറ്റിന് ചെല്ലാനായിട്ട് പറ്റുന്നത്? നമുക്കറിയാം എല്ലാവർക്കും പല ആഗ്രഹങ്ങളാണ്. ചിലർ പഠിക്കാൻ എടുക്കറ, ചിലർ പഠിപ്പിക്കാൻ എടുക്കറ, ചിലർ ജോലി ചെയ്യാൻ എടുക്കറ, ചിലർ സംസാരിക്കാൻ എടുക്കറ. ഇങ്ങനെ ആർക്ക് വേണേലും ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് CA. എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എവിടെയൊക്കെ പണ ഇടപാടുണ്ടോ അവിടേക്ക് ഒരു CAയുടെ ആവശ്യമുണ്ട്. അപ്പോൾ wherever money goes CA will follow.
അത്രയും ഞങ്ങളുടെ എക്സ്പെർട്ടീസ് ആവശ്യമുണ്ട് ഈ എക്കോണമിയിൽ, ഫിനാൻഷ്യൽ സെക്ടറിൽ. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 വലിയ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഇന്ത്യയുടെ എക്കണോമി കുതിച്ചു കയത്താണ്. കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് നമ്മൾ നോക്കിയാൽ ഇപ്പോൾ ഇന്നത്തെ ഇതിൽ നമ്മൾ 4ാമത്തെ വേൾഡ്സ് ലാർജസ്റ്റ് എക്കോണമി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ 3ാമത്തെ സ്ഥാനത്തിലേക്ക് പാഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുക. ഈ ഒരു സാഹചര്യത്തിൽ ഏത് ബിസിനസ് ആണെങ്കിലും ഏതൊരു സ്ഥാപനത്തെയും സഹായിക്കാൻ പറ്റുന്ന ഒരാളെന്ന് വെച്ചാൽ ഉറപ്പായിട്ട് അതൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. ഒത്തിരിയധികം സ്റ്റാർട്ടപ്സ് വരുന്നുണ്ട്. സ്റ്റാർട്ടപ്സും അതിനായിട്ടൊരു ഈക്കോ സിസ്റ്റമും നമ്മൾ ഇന്ത്യയിൽ ഒത്തിരിയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റാർട്ടപ്സ് എന്ന് പറഞ്ഞ മേഖലയെ നല്ലൊരു രീതിയിൽ വളർത്താനും കൂടെ കൈപിടിച്ച് ഉയർത്താനും പറ്റുന്ന ഒരു കോഴ്സാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ്. എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ടപ്സിന് എപ്പോഴും തന്നെ ഫിനാൻസ് വിൽ ബി എ ബിഗ് അവർക്കൊരു തടസ്സമാവാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ പൈസയെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാർട്ടപ്സിനെ നാളെ വിജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുള്ള സഹായ സഹകരണത്തിനൊക്കെ അവർ ആദ്യം ആശ്രയിക്കുന്നത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റെയാണ്. മാത്രമല്ല, ചാർട്ടേഡ് അക്കൗണ്ടൻസി കഴിഞ്ഞിട്ട് ഒത്തിരിയധികം ആൾക്കാർ പഠിപ്പിക്കാൻ പോകാറുണ്ട്. ഓക്കെ, ഇത്രയും ബുദ്ധിമുട്ട് പഠിച്ചതല്ലേ, അപ്പോൾ ഈ നോളേജ് അതുപോലെ മാത്രമല്ല അതിനേക്കാളും ഭംഗിയായിട്ട് അവർക്ക് പഠിപ്പിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. അത് ഇന്ത്യയിൽ മാത്രമല്ല, ഗ്ലോബൽ ലെവലിൽ നമ്മൾ നോക്കിയാലും ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്ന് വെച്ചാൽ അവർക്ക് നല്ലൊരു വിലയാണ്. എവിടെ ചെന്നാലും ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ടൻസിന് നമുക്ക് അക്രോസ് ദ നേഷൻസ് ഒരു മ്യൂച്വൽ അഗ്രിമെൻറ്റ്സ് ഉണ്ടാവാറുണ്ട്. അതായത് ഇന്ത്യയിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തെ ചാർട്ടേഡ് അക്കൗണ്ടൻസിന് ഈക്വലൻ്റ് ആയിട്ടുള്ള കോഴ്സിൽ പല പേപ്പേഴ്സ് വേണ്ടാന്ന് വെക്കാറുണ്ട്. ചിലപ്പോൾ ഒന്നും തന്നെ എഴുതാതെ തന്നെ ബെസ്റ്റോ ചെയ്യാറുണ്ട്. ഈ ഡിഗ്രി നിങ്ങൾക്ക് തന്നേക്കാന്ന് പറഞ്ഞാൽ, അതായത് ഇവിടുത്തെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് പപ്പുവ ന്യൂ ഗിനി അതുപോലെ ഓസ്ട്രേലിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ പല പേപ്പേഴ്സ് എഴുതണ്ട, 1 പേപ്പറോ 2 പേപ്പറോ എഴുതിയാൽ മതി, അവിടുത്തെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവാം. കാനഡയിലാവട്ടെ, US-ലാവട്ടെ, ഇംഗ്ലണ്ടിലാവട്ടെ, അയർലൻഡിലാവട്ടെ, എവിടെ ചെന്നാലും ഇവിടുത്തെ അതായത് മിക്ക വളർന്നു വരുന്ന രാജ്യങ്ങളാവട്ടെ വളർന്ന രാജ്യങ്ങളിലാവട്ടെ ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിന് റെഡി ആക്സെപ്റ്റൻസ് ആണ്. അപ്പോൾ ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവ് നോക്കിയാലും ഇവർക്ക് നല്ല സ്കോപ്പ് ഉണ്ട്. ഇന്ത്യയിലാണെങ്കിലും ഇഷ്ടംപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യ വികസിത് ഭാരത് എന്ന ഒരു സ്വപ്നത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഒരു ഡെവലപ്ഡ് എക്കോണമി ആവുന്നത് അടുത്ത 20 വർഷത്തിലാണെങ്കിൽ കൂടെ കൈപിടിക്കാൻ ഞങ്ങൾ ഉറപ്പായിട്ടുണ്ടാവും. ആ ഒരു വലിയ ഫാക്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മൊമെന്റ് കൂടിയാണ്. ആക്ച്വലി നമ്മൾ കുറച്ച് മുൻപേ പറഞ്ഞു അല്ലേ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് കൂടെ തന്നെ ഈക്വൽ ടു നമുക്ക് ഫിനാൻഷ്യൽ ഡോക്ടേഴ്സ് എന്നും കൊടുക്കാനുള്ള ഒരു ടാഗാണ്. സോ നമ്മുടെ ഭാരതത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ലോകത്തിന്റെ തന്നെ ഒരു പുതിയ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ പുതിയ ഡെവലപ്മെന്റിനൊക്കെ സഹായിക്കാൻ കൂടെയുള്ള ഈ ഒരു വലിയ മേഖലയിലേക്ക് വലിയൊരു ബിഗ് വാം വെൽക്കം നമ്മൾ കൊടുത്തുകൊണ്ട് നമ്മളിത് അടുത്ത പാട്ടിലേക്ക് പോകുന്നു. നമുക്ക് ഇനിയും ഒരുപാട് ഫിനാൻഷ്യൽ ഡോക്ടേഴ്സിന് ആവശ്യമുള്ള ഒരു മേഖല കൂടി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു വലിയ സ്വാഗതം കൊടുത്തുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്താലോ, ഇനിയുള്ള വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറഞ്ഞാലോ? പിന്നെന്താ, 2 പേരും കൂടെ ഉണ്ടാവുമല്ലോ. യെസ്, അപ്പോൾ CA അതായത് ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്നുള്ള ഈ ഒരു മേഖലയെ നമുക്ക് ഇനിയുള്ള സമയങ്ങളിൽ എക്സ്പ്ലോർ ചെയ്യാം ഉയരയിലൂടെ തന്നെ. കേട്ടുകൊണ്ടേയിരിക്കൂ സർഗക്ഷേത്ര 89.6 FM. ആൻഡ് നമ്മോടൊപ്പം ഇത്രയും ഇൻഫർമേഷൻസ് നമുക്ക് ഷെയർ ചെയ്യാൻ കൂടെ എത്തിയിട്ടുണ്ടായിരുന്നത് ICAI നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയിലെ കോട്ടയം ബ്രാഞ്ചിന്റെ ചെയർപേഴ്സൺ CA രമ്യ മാം ആണ്. ഒപ്പം തന്നെ കോട്ടയം ബ്രാഞ്ചിന്റെ സിക്കാസ സെക്രട്ടറി റോസ്മേരി ജോസ്മിൻ. 2 പേർക്കും ഒരുപാട് താങ്ക്സ്. നിങ്ങളുടെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൈമിനും നമുക്ക് ഒരുപാട് താങ്ക്സ് പറയാണ്. ഇനിയും നമുക്ക് കേട്ടുമുട്ടാം അല്ലേ? ഓക്കെ, അപ്പോ കാതോരം കരുതലായി കാലത്തിനൊപ്പം 89.6 FM സർഗക്ഷേത്ര.